ഒമാൻ ബ്രേക്കിംഗ് ന്യൂസിലേക്ക് സ്വാഗതം. ഒമാനിലെ വിവിധ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. മസ്കറ്റിലെ ആകാശം അപൂർവ പ്രതിഭാസത്തിന് വേദിയായി. ഭൂമിയേക്കാൾ 11 ഇരട്ടി വലിപ്പമുള്ള സൂര്യപ്പൊട്ട് ദൃശ്യമായി. വ്യാഴാഴ്ച രാവിലെയാണ് ഇത് കണ്ടത്. ഈ വർഷം ഇതുവരെ രേഖപ്പെടുത്തിയ സൂര്യനിലെ ഏറ്റവും വലിയ കറുത്ത പാടാണിത്. ഇതിന്റെ ചിത്രം പ്രത്യേക സോളാർ ലെൻസുകൾ ഉപയോഗിച്ച് ഇബ്രാഹിം അൽ മഹ്റൂഖി എടുത്തു. സൗരോപരിതലത്തിൽ വ്യാപിച്ച നിലയിൽ AR4079 എന്ന പൊട്ടാണിതെന്ന് ചിത്രത്തിൽ വ്യക്തമാണ്. മെയ് 8-നെടുത്ത ഈ ഫോട്ടോ ഒമാൻ സൊസൈറ്റി ഓഫ് ആസ്ട്രോണമി ആൻഡ് സ്പേസ് പങ്കുവച്ചു. ഒമാന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും നുഴഞ്ഞുകയറ്റത്തിന് ശ്രമിച്ച 12 വിദേശികളെ പിടികൂടി. തീരദേശ സേനയടക്കം റോയൽ ഒമാൻ പോലീസാണ് നുഴഞ്ഞുകയറ്റം പരാജയപ്പെടുത്തിയത്. അൽ ബുറൈമി ഗവർണറേറ്റിലെ ഡയറക്ടറേറ്റ് ഓഫ് എൻക്വയറീസ് ആൻഡ് ക്രിമിനൽ ഇൻവെസ്റ്റിഗേഷൻസ് കഴിഞ്ഞ ദിവസം 12 പേരെ പിടികൂടിയിരുന്നു. ഇവരിൽ 7 പേർ ബംഗ്ലാദേശ് പൗരന്മാരും 3 എത്യോപ്യക്കാരും 1 വീതം യമൻ, പാകിസ്ഥാൻ പൗരന്മാരുമാണ്. തൊഴിൽ താമസ നിയമങ്ങൾ ലംഘിച്ചതിനും രാജ്യത്തേക്ക് നിയമവിരുദ്ധമായി പ്രവേശിച്ചതിനുമാണ് പിടികൂടിയത്. ഇവർക്കെതിരെ നിയമ നടപടികൾ പൂർത്തിയാക്കി. വിദേശയാത്ര ചെയ്യുന്ന പൗരന്മാരുടെ ക്ഷേമത്തിനായി സമഗ്ര യാത്ര ആരോഗ്യ സേവനം നൽകുമെന്ന് ആരോഗ്യ മന്ത്രാലയം അറിയിച്ചു. പുറപ്പെടുന്നതിന് മുമ്പും വിദേശത്ത് താമസിക്കുന്ന വേളയിലും ഒമാനിലേക്ക് തിരിച്ചെത്തുമ്പോഴുമുള്ള പ്രതിരോധ ഉപദേശക ചികിത്സാ സേവനങ്ങൾ നൽകുന്നതാണ് പദ്ധതി. ഈ സേവനത്തിലൂടെ യാത്രക്കാർക്ക് വ്യക്തിഗത മെഡിക്കൽ സേവനങ്ങൾ ലഭ്യമാകും. ഈ സേവനം ലഭിക്കുന്നതിനായി യാത്രയുടെ 4 മുതൽ 6 വരെ ആഴ്ചകൾക്ക് മുമ്പ് ഏറ്റവും അടുത്തുള്ള പ്രൈമറി ഹെൽത്ത് കെയർ സ്ഥാപനമോ ഹെൽത്ത് കോംപ്ലക്സോ സന്ദർശിക്കണം. അങ്ങനെ ആരോഗ്യ മന്ത്രാലയത്തിന്റെ ട്രാവൽ ഹെൽത്ത് ക്ലിനിക് നൽകുന്ന നിരവധി സേവനങ്ങൾ ഉപയോഗപ്പെടുത്താം. അന്താരാഷ്ട്ര യാത്രയുമായി ബന്ധപ്പെട്ട ആരോഗ്യ ഭീഷണികൾ കുറയ്ക്കാനും പൊതുജനാരോഗ്യം മെച്ചപ്പെടുത്താനും ലക്ഷ്യമിട്ടിട്ടുള്ളതാണ് ഈ പദ്ധതി. ദോഫർ ഗവർണറേറ്റിലെ സലാലയിൽ നിർമ്മിച്ച വാദി അനാർ ഡാം കൃഷി, ഫിഷറീസ്, ജലവിഭവ മന്ത്രാലയം നാടിന് സമർപ്പിച്ചു. 23 മില്യൺ ഒമാനി റിയാൽ ചെലവഴിച്ചാണ് ഡാം പൂർത്തീകരിച്ചത്. വെള്ളപ്പൊക്കക്കെടുതി തടയുക എന്ന ലക്ഷ്യത്തോടെയാണ് ഡാം യാഥാർത്ഥ്യമാക്കിയിരിക്കുന്നത്. തൊഴിൽ മന്ത്രി ഡോക്ടർ മഹദ് സെയ്ദ് ബൗവിന്റെ നേതൃത്വത്തിലായിരുന്നു ഉദ്ഘാടന ചടങ്ങുകൾ. സർക്കാർ, സ്വകാര്യ മേഖലകളിലെ ഉദ്യോഗസ്ഥരും പങ്കെടുത്തിരുന്നു. സമീപ പർവ്വതങ്ങളിൽ നിന്നും കനത്ത മഴയുടെ സമയത്ത് കുതിച്ചെത്തുന്ന വെള്ളം തടഞ്ഞ് വൻതോതിൽ സംഭരിക്കാൻ ഡാമിന് ശേഷിയുണ്ട്. ഇതിലൂടെ ജലസുരക്ഷ ഉറപ്പാക്കാം. ഡാമില്ലെങ്കിൽ ഈ വെള്ളം സലാല തുറമുഖം, റൈസൂത്ത് ഇൻഡസ്ട്രിയൽ സിറ്റി, സലാല ഫ്രീ സോൺ എന്നിവിടങ്ങളിലേക്കാണ് ഒഴുകുക. അടിയന്തര ഘട്ടങ്ങളിൽ ഡാമിന്റെ സുരക്ഷ ഉറപ്പുവരുത്താൻ നൂതന സാങ്കേതിക വിദ്യകൾ നടപ്പിലാക്കിയിട്ടുണ്ട്. തടാകത്തിലെ വെള്ളത്തിന്റെ തോത് കണക്കാക്കുന്ന സ്മാർട്ട് മോണിറ്ററിംഗ് സംവിധാനങ്ങൾ ഉൾപ്പെടെ ഉപയോഗിക്കും. ഭൂചലന സെൻസറുകളുമുണ്ട്. ഡാമിന്റെ എല്ലാ ഭാഗങ്ങളെയും ഉൾക്കൊള്ളുന്ന രീതിയിൽ നിരീക്ഷണ ക്യാമറകളും ഘടിപ്പിച്ചിട്ടുണ്ട്. ആവശ്യമുള്ള സമയത്ത് വെള്ളമൊഴുക്ക് നിയന്ത്രിക്കുന്ന ഓട്ടോമാറ്റിക് കൺട്രോൾ ഗേറ്റുകളുമുണ്ട്. പ്രകൃതിവാതക പാടങ്ങളുടെ ഓഹരി വിൽക്കാൻ രാജ്യം ഒരുങ്ങുന്നു എന്ന മാധ്യമ റിപ്പോർട്ടുകൾ സർക്കാർ തള്ളി. രാഷ്ട്ര സ്വത്തുക്കൾ വികസിപ്പിക്കുക എന്ന ദീർഘകാല പദ്ധതി നടപ്പിലാക്കുന്നത് തുടരുമെന്ന് ഊർജ്ജധാതു മന്ത്രാലയം അറിയിച്ചു. രാജ്യത്തിന്റെ സാമ്പത്തിക വികസന ലക്ഷ്യങ്ങൾ നേടുന്നതിന് അവയുടെ വരുമാനം പരമാവധിയാക്കുന്നത് തുടരുമെന്നും മന്ത്രാലയം വ്യക്തമാക്കി. വാതക പാടങ്ങളിലെ സുപ്രധാന വികസന പദ്ധതികൾ നടപ്പിലാക്കുന്നത് നിരീക്ഷിക്കുന്നത് തുടരുമെന്ന് ഊർജ്ജ മന്ത്രാലയത്തിലെ എണ്ണ, വാതക പര്യവേക്ഷണ ഉൽപാദന ഡയറക്ടർ ജനറൽ ഡോക്ടർ സ്വാലിഹ് ബിൻ അലി അൽ അൻബൂരി പറഞ്ഞു. സുസ്ഥിരതയും സാമ്പത്തികാവസ്ഥയും മുൻനിർത്തി ആഗോളതലത്തിലെ മികച്ച രീതികളാണ് ഇക്കാര്യത്തിൽ പിന്തുടരുക. നോർത്ത് അൽബാത്തിന ഗവർണറേറ്റിൽ കഴിഞ്ഞ വർഷത്തെ തേൻ ഉൽപാദനം 140.5 ടൺ. ഇതിൽ 56.2 ടൺ സിദ്ര തേനും 84.3 ടൺ സമർ തേനുമാണ്. മൊത്തം വിപണി മൂല്യം 2.1 കോടി ഒമാനി റിയാൽ വരും. തേനീച്ച കർഷകർക്ക് നോർത്ത് അൽബാത്തിനയിലെ കാർഷിക ഡയറക്ടറേറ്റ് ജനറൽ മികച്ച പിന്തുണയാണ് നൽകുന്നത്. മാർക്കറ്റിംഗ് എക്സിബിഷനുകൾ സംഘടിപ്പിച്ചിരുന്നു. പുതിയ ഔട്ട്ലെറ്റുകൾ തുറക്കാനും മാർക്കറ്റിംഗ് പ്രവർത്തനങ്ങൾ മെച്ചപ്പെടുത്താനും ലക്ഷ്യമിട്ടിട്ടുള്ളതായിരുന്നു ഈ എക്സിബിഷനുകൾ. സൗദി ഭരണാധികാരി സൽമാൻ രാജാവ് എഴുതിയ സന്ദേശം ഒമാൻ ഭരണാധികാരി സുൽത്താൻ ഹൈത്തം ബിൻ താരിഖ് സ്വീകരിച്ചു. സൗദി അറേബ്യയിൽ നടക്കുന്ന GCC US ഉച്ചകോടിയിലേക്കുള്ള ക്ഷണമാണ് സന്ദേശത്തിലുള്ളത്.
വിദേശകാര്യമന്ത്രി സയ്യിദ് ബദർ ബിൻ ഹമദ് അൽ ബുസൈദിയെ ഒമാനിലെ സൗദി അംബാസിഡർ സൗദ് ബിൻ ഇബ്രാഹിം ബിഷാൻ സന്ദർശിച്ചാണ് സന്ദേശം കൈമാറിയത്. നിയമം ലംഘിച്ച് വ്യാജ സിക്ക് ലീവ് നൽകിയ അബുദാബിയിലെ 4 ആരോഗ്യ കേന്ദ്രങ്ങൾ അടച്ചുപൂട്ടി. ആരോഗ്യ പരിശോധനയ്ക്ക് ഹാജരാകാത്തവർക്ക് പോലും പണം ഈടാക്കി വാട്സാപ്പിലൂടെ സിക്ക് ലീവ് അയച്ചു കൊടുത്തതായി കണ്ടെത്തിയതിനെ തുടർന്നാണ് നടപടി. രോഗികളുടെ വ്യാജ റെക്കോർഡുകളുണ്ടാക്കി ആരോഗ്യ ഇൻഷുറൻസ് ക്ലെയിം ചെയ്തതായും കണ്ടെത്തിയിരുന്നു. പ്രതികളെ പബ്ലിക് പ്രോസിക്യൂഷന് കൈമാറി. ആരോഗ്യ വിഭാഗത്തിന്റെ കർശന മാനദണ്ഡങ്ങൾ പാലിക്കാൻ എല്ലാ ആരോഗ്യ കേന്ദ്രങ്ങളും ബാധ്യസ്ഥരാണെന്നും കുറ്റക്കാർക്കെതിരെ കടുത്ത നടപടി സ്വീകരിക്കുമെന്നും അധികൃതർ മുന്നറിയിപ്പ് നൽകി. പയ്യോളി കീഴൂർ സ്വദേശി മുഹമ്മദ് ഫായിസ് ബഹ്റൈനിൽ ഹൃദയാഘാതം മൂലം മരണപ്പെട്ടു. ബഹ്റൈൻ ഡൂബ്ലിയിലെ താമസ സ്ഥലത്ത് ഉറക്കത്തിൽ മരിക്കുകയായിരുന്നു. സൽമാനിയ മെഡിക്കൽ സെന്ററിൽ സൂക്ഷിച്ചിരിക്കുന്ന മൃതദേഹം നാട്ടിലേക്ക് കൊണ്ടുവരാനുള്ള നടപടികൾ തുടങ്ങി. കുടുംബം സന്ദർശക വിസയിൽ ബഹ്റൈനിലുണ്ട്. സൗദി അറേബ്യയിലെ മിക്ക പ്രദേശങ്ങളിലും ഞായറാഴ്ച വരെ ഇടിമിന്നലോട് കൂടിയ മഴ തുടരുമെന്നും വെള്ളപ്പൊക്കം, ആലിപ്പഴ വർഷം, പൊടിക്കാറ്റ് എന്നിവയ്ക്ക് സാധ്യതയുണ്ടെന്നും സൗദി ജനറൽ ഡയറക്ടറേറ്റ് ഓഫ് സിവിൽ ഡിഫൻസ് മുന്നറിയിപ്പ് നൽകി. മക്ക മേഖലയിൽ പ്രത്യേകിച്ച് തായിഫ്, മെയ്സാൻ, അൽ മുവൈ, തുർബ, അൽ ഖുർമ, റാനിയ എന്നിവിടങ്ങളിൽ മിതമായതോ കനത്തതോ ആയ മഴയ്ക്ക് സാധ്യതയുണ്ടെന്നും അധികൃതർ വ്യക്തമാക്കി. ഈ കാലാവസ്ഥ പെട്ടെന്നുള്ള വെള്ളപ്പൊക്കം, ആലിപ്പഴം അടിഞ്ഞുകൂടൽ, പൊടിപടലങ്ങൾ നിറഞ്ഞ കാറ്റ് എന്നിവയിലേക്ക് നയിക്കാം. ഇത് ദൃശ്യപരത കുറയുന്നതിനും വാഹനാപകടങ്ങൾ സംഭവിക്കുന്നതിനും കാരണമായേക്കാം. റിയാദ് മേഖലയെയും ഈ കാലാവസ്ഥ ബാധിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. അഫീഫ്, അൽ ദവാദ്മി, അൽ ഖുവായ്, ഷക്ര തുടങ്ങിയ പട്ടണങ്ങളിൽ നേരിയതോ മിതമായതോ ആയ മഴയ്ക്കും വെള്ളപ്പൊക്കത്തിനും ആലിപ്പഴ വർഷത്തിനും സാധ്യതയുണ്ട്. തെക്കു പടിഞ്ഞാറ് പ്രദേശങ്ങളിലെ ഉയർന്ന സ്ഥലങ്ങളിലാണ് കൊടുങ്കാറ്റ് കൂടുതൽ വ്യാപകമായിരിക്കുന്നത്. ജസാൻ, അസീർ, അൽബഹ, മദീന എന്നിവിടങ്ങളിൽ മിതമായതോ കനത്തതോ ആയ മഴയ്ക്കും സാധ്യതയുണ്ട്. ഹൈൽ, നജ്റാൻ, ഖസീം എന്നിവിടങ്ങളിൽ ലഘുവായതോ മിതമായതോ ആയ മഴ പെയ്തേക്കാം. താഴ്വരകൾ, താഴ്ന്ന പ്രദേശങ്ങൾ തുടങ്ങിയ വെള്ളപ്പൊക്ക സാധ്യതയുള്ള പ്രദേശങ്ങൾ ഒഴിവാക്കണമെന്നും കൊടുങ്കാറ്റ് സമയത്ത് നീന്തൽ ഒഴിവാക്കണമെന്നും സിവിൽ ഡിഫൻസ് താമസക്കാരോടും സന്ദർശകരോടും അഭ്യർത്ഥിച്ചു. സർക്കാർ ചാനലുകളിലൂടെയും സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിലൂടെയും നൽകുന്ന ഔദ്യോഗിക അപ്ഡേറ്റുകളും സുരക്ഷാ നിർദ്ദേശങ്ങളും പാലിക്കണമെന്നും പൊതുജനങ്ങൾക്ക് നിർദ്ദേശം നൽകി. കേരളത്തിൽ നിന്നുള്ള ആദ്യ ഹജ്ജ് സംഘം വിശുദ്ധ ഭൂമിയിലെത്തി. ജിദ്ദ എയർപോർട്ട് വഴി എത്തിയ ആദ്യ ഹജ്ജ് സംഘത്തിന് എംബസി ഉദ്യോഗസ്ഥരും വിവിധ മലയാളി സംഘടനാ വളണ്ടിയർമാരും ചേർന്ന് ഊഷ്മള സ്വീകരണം നൽകി. രാവിലെ 4:30 ജിദ്ദ അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ ഇറങ്ങിയ മലയാളി ഹജ്ജ് സംഘത്തെ ടെർമിനലിന് പുറത്തേക്കിറങ്ങിയതോടെ സന്നദ്ധ സേവക സംഘം സ്വീകരിച്ചു. ആദ്യ മലയാളി ഹജ്ജ് സംഘത്തിൽ 77 പുരുഷന്മാരും 95 സ്ത്രീകളും ഉൾപ്പെടെ 172 തീർത്ഥാടകരാണ് ജിദ്ദയിലെത്തിയത്. കോഴിക്കോട്ട് നിന്നും കഴിഞ്ഞ ദിവസം പുലർച്ചെ 1:10 പുറപ്പെട്ട വിമാനം സൗദി സമയം പുലർച്ചെ 4:35 ജിദ്ദ ഹജ്ജ് ടെർമിനലിൽ ഇറങ്ങി.